അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഓഫ് റോഡ് ചെയ്യാൻ ഓർത്ത് വന്നത് മൊത്തം കോൺക്രീറ്റ് ചെയ്തോ. അപ്പോൾ അത് ഇവിടെ വരെ നമ്മൾ കയറി വന്നോ. ഇനി അങ്ങോട്ട് വഴി എങ്ങനെ കാണിച്ചു തരാം. ഇത് കണ്ടോ, എൻ്റെ വെയിറ്റ് നടു കയറി പിടിക്കും. അയ്യോ, ഇവിടെ വന്ന് വെച്ചാൽ റിസ്ക് കേട്ടോ, നല്ല റിസ്ക്. അയ്യോ അയ്യോ ഇതൊക്കെ എൻ്റെ പൊന്നെ വെടിപ്പിക്കാതെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈഡ് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റാടിക്കട ഒരു കിടിലൻ സ്ഥലമാട്ടോ. നമ്മുടെ വണ്ണപ്പുറം, തൊടുപുഴ കഴിഞ്ഞ് വണ്ണപ്പുറം അടുത്തുള്ള. ഇപ്പോൾ നമ്മൾ രാവിലെ അതെ നമ്മുടെ റോമി ബ്രോ ഉണ്ട്, നമ്മുടെ MTBs ഒക്കെ. ഇപ്പോൾ രാവിലെ എത്ര മണിക്കാണ്? ഒരു 5:30 ആയപ്പോൾ പോന്നതാണ്. ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വ്യൂ പോയിൻ്റ് ഏതാ ബ്രോ? കള്ളിപ്പാറ. കള്ളിപ്പാറ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞത് നല്ല ഒരു 5-6 ഹെയർ പിന്നൊക്കെ കയറി വന്നാട്ടോ. ഒരു രക്ഷയില്ല, അത് 1-1 ഇട്ടേക്കണേ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അങ്ങ് പോകണം. ഇവിടുന്ന് ഒരു ലെഫ്റ്റ് കട്ട് ചെയ്താണ് നമ്മുടെ കാറ്റാടിക്കട അങ്ങോട്ട് കയറണം കേട്ടോ. ഒരു ചെറിയൊരു ട്രെക്കിംഗ് സ്പോട്ടാണ്. പിന്നെ ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ MTB ആയിട്ട് വന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു ചായ കുടിക്കാൻ ഓർത്ത് വന്നത്. പക്ഷേ ഇപ്പോൾ അത് അടച്ചിട്ടേക്കും കേട്ടോ. ഇനി മേളിൽ പോയി നോക്കണം. ഇവിടെ നല്ല വ്യൂ നോക്കിയാൽ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നത് ഒരു വണ്ണപ്പുറം ആ സൈഡ് എവിടെയാണെന്നൊരു പിടിയില്ല. പക്ഷേ എൻ്റെ അമ്മ കടനാര ഏരിയ കിടക്കണ്ടില്ലേ. അപ്പോൾ അതേ നമ്മളൊന്ന് റിലാക്സ് ചെയ്തോട്ടെ. കാരണം വെച്ചാൽ ഈ ഒരു താഴെ നമുക്കൊരു 3 ഹെയർ പിന്ന് കയറണം. നല്ല ഗ്രേഡുള്ള കയറ്റമാണ്. അപ്പം അതിന് നമുക്ക് കുറച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് അവിടെ ഒരു ചെറിയൊരു എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാറ്റാടിക്കടവിൻ്റെ അങ്ങോട്ട് തിരിയണേ. അവിടെ എത്തിയിട്ടോ. ഇവിടുന്ന് മേളിലേക്ക് കയറി പോവാണ്. കട അടച്ചേക്കോ അല്ലേ? അയ്യോ, സീൻ കോൺട്രായാലോ. നോക്കാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് വെള്ളം കുടിക്കണമെന്ന് ഓർത്ത് കയറിയിട്ട് ഒരു കട പോലും കാണുന്നില്ല, എല്ലാം അടച്ചിട്ടേക്കുക. നമ്മൾ ആ എൻട്രൻസ് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് മേളിലേക്ക് കയറി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാറ്റാടിക്കടവിൻ്റെ അങ്ങോട്ട് ഡയറക്റ്റ് കയറുന്നതിന് പകരം കട അന്വേഷിച്ച് കുറേ നേരെ കയറി പോകുന്നു കേട്ടോ. അത് ഇവിടെ ചെറിയൊരു കട കിട്ടി. താഴെ കുറേ കടകളൊക്കെ ഉണ്ട്, എല്ലാം അടച്ചിട്ടേക്കുക. കടലമിട്ടായി ഇതാണ്. നമുക്ക് കുറച്ച് മേടിച്ചിട്ട് പോകാം അല്ലേ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ട് വെച്ച് വേറെ? അപ്പോൾ അതെ, നല്ല ചൂട് ഐറ്റംസ് കേട്ടോ. ചൂട് ബോളിയുണ്ട്, ഉണ്ണിയപ്പം എല്ലാം ഇപ്പം ഉണ്ടാക്കിയത് കേട്ടോ. ബ്രോ ചായ പറഞ്ഞല്ലേ? എനിക്ക് നാരങ്ങ വെള്ളം മതി. അയ്യോ അയ്യോ ചൂട് ചൂടാ. ചേച്ചി ഈ പഴത്തിനാണ് ഇവിടെ പറഞ്ഞേ? നമ്മുടെ ഇവിടെ പിശാങ്. പല നമ്മുടെ ഇങ്ങോട്ടാട്ടെ കൂടുതൽ ഈ പഴം. നമ്മുടെ അവിടെ വീട്ടിലുണ്ട്, ഇത് വാഴയുണ്ട്, ഇതിന്റെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് റോബസ്റ്റയുടെ ഒക്കെ. ഇത് ഷുഗറുകാരൊക്കെ കഴിക്കാം അല്ലേ? ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇത് കുറെ പഴുത്ത് ചെയ്യുമ്പോഴേ ഈ കൊല നിൽക്കില്ല, നമ്മള് പതുക്കെ പിടിക്കുന്ന തന്നെ പോയി. അതെ അതെ അതെ, ഉള്ള ഒരു വെറൈറ്റി പഴം. അതുകൊണ്ട് നല്ല നീളം, വണ്ണം കുറഞ്ഞിട്ട്. അപ്പോൾ അതെ ഇതാട്ടോ കാറ്റാടിക്കടവ് എൻട്രൻസ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഹെറിറ്റേജ് ഫാം ആൻഡ് ഹില്ലി ടൂറിസം സൊസൈറ്റി കാറ്റാടിക്കടവ്. സ്റ്റാൻഡ് പോയോ? അയ്യോ, എവിടെ പോയത്? റോമി ബ്രോയുടെ സ്റ്റാൻഡ് ഊരി പോയിട്ട്. ഇവിടുന്ന് ഈ നമ്മൾ വണ്ടി കൊണ്ടുവന്നപ്പോൾ കയറട്ടെ ഈ സംഭവം ഇവിടെ ഈ അല്ലെങ്കിൽ ഇത് ലൂസാട്ടോ. നമ്മുടെ അത് മലങ്കര പോയി ഓഫ് റോഡ് ചെയ്തപ്പം പോയതാണ്. അപ്പോൾ ഇവിടുന്ന് കയറണം. ഇവിടുന്ന് ഓഫ് റോഡാട്ടോ, കംപ്ലീറ്റ് ഓഫ് റോഡാട്ടോ. മേളിൽ വരെ കയറി പോകണം. അപ്പോൾ അതിന് റോമി ബ്രോ വരട്ടെ. നമ്മളാദ്യം തന്നെ ഒരു കള്ളിപ്പാറ വ്യൂ പോയിൻ്റ് ജസ്റ്റ് ഇതിൻ്റെ താഴെ കേട്ടോ. അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഇങ്ങോട്ട് ലെഫ്റ്റ് കണ്ട് ഇതാണ് ഒരു എൻട്രൻസ് വരുന്നത് കേട്ടോ. നമ്മളൊരു കട അന്വേഷിച്ചിട്ടാണ് കുറച്ച് മേളിലേക്ക് കയറി പോയത് കേട്ടോ. കിട്ടിയോ? സ്റ്റാൻഡ് കിട്ടിയോ? ആയിക്കോട്ടെ. സ്റ്റാൻഡ് കിട്ടിയില്ലേ? കിട്ടിയോ? ടൈറ്റ് ചെയ്യണോ? അല്ലെങ്കിൽ ഉണ്ട് എൻ്റെ നടുക്കത്തെ ഇത്. ഈ സംഭവം അത് തന്നെ നടുക്കത്തെ. എന്തൊക്കെ ഇവിടുന്ന് ഓടിപ്പോൾ ഇത് ടൈറ്റ് വെച്ചാലും കുറേ നമ്മൾ ഈ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇളകിപ്പോരും. അതങ്ങനെ അല്ല, തിരിച്ചല്ലേ അപ്പോൾ ഇങ്ങനെയാണോ? അങ്ങനെ തന്നെ, അത് തന്നെ ടൈറ്റ് ചെയ്ത്. അപ്പോൾ എന്തായാലും നമുക്ക് മേളിലേക്ക് കയറാം. കംപ്ലീറ്റ് അവിടെ വരെ തള്ളണം കേട്ടോ. ചവിട്ടാനുള്ള ഒരു സ്പേസ് പോലും കാണില്ല ബ്രോ.
ഞാൻ ഒരു പ്രാവശ്യം വന്ന ചെറിയൊരു ഓർമ്മയുള്ളൂ. ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് ഇറങ്ങി വരാം. ആ അവിടെ കോൺക്രീറ്റ് ചെയ്ത് ഇവിടെ വരെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓഫ് റോഡാ, ആ ഒരു കട്ടിങ് ഉണ്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഓഫ് റോഡ് ചെയ്യാൻ ഓർത്ത് വന്നത്. മൊത്തം കോൺക്രീറ്റ് ചെയ്തോ, നല്ല സ്റ്റീപ്പ് ആയിട്ടുള്ള കയറ്റം കേട്ടോ. ഓക്കെ, ഇതിനി ഓഫ് റോഡല്ലേ മൊത്തം? പക്ഷേ എൻ്റെ അമ്മ ഇതൊക്കെ ആ അത് തന്നെ. ഇത് ഇത്രയുടെ ഇപ്പോഴെങ്ങാണ്ട് ചെയ്താ കേട്ടോ, നേരത്തെ ഇല്ലായിരുന്നു, മൊത്തം ഓഫ് റോഡ് ആയിരുന്നു കേട്ടോ. ഇത് നല്ല ആ അതെ അതെ അതെ, ചുമ്മാ ഇറങ്ങി സ്പീഡിലൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനി അങ്ങ് എത്താൻ വരെ ഇതുപോലെ ആയിരിക്കും കേട്ടോ. ഇത് കണ്ടോ അപ്പം കല്ല്, ആ അതെ അതെ, ഇത് ചാടിച്ച് പോരാന്ന് വെച്ചാൽ ഉരുണ്ട കല്ലുകളാട്ടോ. അയ്യോ ആ ഞങ്ങളിതേ കാറ്റാടിക്കടവ് വരെ. അതെ, നമ്മളിവിടുന്ന് തള്ളു തുടങ്ങിയത് കേട്ടോ. നമ്മൾ ഇതുവരെ ഇത്രയും വീഡിയോ ചെയ്തതിൽ വെച്ചതിൽ ഏറ്റവും ഡേഞ്ചറസ് ആൻഡ് റിസ്കിയസ്റ്റ് ആയിട്ടുള്ള ഓഫ് റോഡ് ആയിരിക്കും കേട്ടോ. എൻ്റെ അമ്മ ഇറങ്ങി വരുമ്പം എങ്ങനെയാകുന്നൊരു പിടിയില്ല. നമ്മളിപ്പം ഈ തള്ളിക്കയറുന്ന വഴിയുടെ റൈറ്റ് സൈഡിൽ ഇവിടെ മീനുളിയാമ്പാറ എന്ന് പറഞ്ഞ സ്പോട്ടുണ്ട്, ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓ തള്ളിയിട്ട് തന്നെ കയറാൻ പാടാ. ആ ഇവിടെ നമുക്ക് മീനുളിയാമ്പാറ കാണാം കേട്ടോ. സ്റ്റാൻഡിലെത്തണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് മലയാട്ടോ. ഇവിടുന്ന് ജസ്റ്റ് നമുക്കൊന്ന് കാണാൻ പറ്റും ഒരു മീനിൻ്റെ ഒരു ഷേപ്പ്, ഇങ്ങനെ മറിഞ്ഞിരിക്കുന്ന ഒരു മീനിൻ്റെ ഷേപ്പ്. അതുകൊണ്ടായിരിക്കട്ടെ ഒരു പേര് വന്നേ. ഇതേ ദൂരെ കാണാം, അവിടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതങ്ങ് ദൂരെ കണ്ടാ കാണുന്ന പാറ കേട്ടോ. അതിൻ്റെ മേളിൽ ഒരു കാട് പോലെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അതാണ് മീനിൻ്റെ ഒരു മേളിലൊരു ചിറകില്ലേ, ചിറകിൻ്റെ ഷേപ്പിൽ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ആ ഒരു നാരങ്ങാളം കുടിച്ച ഒരു കടയില്ലേ, അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് ലെഫ്റ്റ് കട്ട് ചെയ്താൽ കയറണം. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മലയുടെ ഓപ്പോസിറ്റ് സൈഡാട്ടോ. ഇനിയും കുറേ ദൂരം ഉണ്ടല്ലേ. ഉണ്ട്, ഒട്ടും വീതിയില്ലല്ലേ. ഓ ഒരു എ സിക്കത് കയറിയല്ലേ. അയ്യോ തന്നെ ആ വേറെ കയറിയിട്ട് നനഞ്ഞു കിടക്കുമല്ലോ. അതാ വീല് റൊട്ടേറ്റ് ആവുന്നുണ്ട്. അയ്യോ എൻ്റെ അമ്മ. ആ കൊള്ളാർന്നു. ഈ കല്ല് പൊങ്ങിക്കണോ. അപ്പോൾ അത് ഇവിടെ വരെ നമ്മൾ കയറി വന്നു കേട്ടോ. ഇനി അങ്ങോട്ട് വഴി എങ്ങനെ കാണിച്ചു തരാം. ഇത് കണ്ടോ, വഴിയില്ല. ഇത് നേരെ വന്ന് നോക്കാം, ഈ വേരിൻ്റെ ഇങ്ങോട്ടൊക്കെ ജാമാവാം. ഇത് ഇനി ചുമന്ന് കയറ്റാം, നമുക്ക് തള്ളി കയറ്റാൻ പോലും പറ്റില്ല. തല എടുത്ത് പൊക്കി കയറ്റാം. അപ്പോൾ ഇത് നോക്കി എൻ്റെ പോന്നെ. ഇത് കണ്ടോ, ഇതാണ് വഴിയുടെ ഒരവസ്ഥ. പൊളി. ഇത് പൊളിക്കൂട്ടെ ബ്രോ, അടിപൊളി. ആ അതെ, ചുമന്ന് കയറ്റുവാ. എൻ്റെ വെയിറ്റ് നടു കയറി പിടിക്കോ. അയ്യോ എൻ്റെ ബ്രോ എത്തിയില്ല. 110 മീറ്ററോ അവിടെ നിന്ന് കാണിച്ചേ. അപ്പോൾ ചുമക്കാം. ഓ നടുവ് നന്നായിട്ടേ നല്ല പിടുത്തം. ആ ഇതിങ്ങനെ തന്നെ കിടക്കണേ. ആ
ഓ ആണോ? ഇതാണ് വഴി. പോരെ ബ്രോ? ഓ നല്ല വെയിലാടോ. എൻ്റെ പൊന്നെ എന്നാ സ്ഥലം. അങ്ങനെ നമ്മളിത് അവസാനം കാറ്റാടിക്കടവ് മെയിൻ വ്യൂ പോയിന്റ് എത്തി കേട്ടോ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല ബ്രോ. അയ്യോ ഇത് വേറെ ലോകം. എൻ്റെ പൊന്നെ കിട്ടൂന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ എൻ്റെ മനസ്സ് നോക്ക്. അടിപൊളി. ഇതിവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുമ്പ് പൈപ്പൊക്കെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കേട്ടല്ലോ അതെ അതെ അതെ. അയ്യോ നമ്മൾ സൈക്കിൾ അവിടെ സൈഡാക്കി കേട്ടോ. അടിപൊളി. നോക്കിക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്റാടിക്കടവ് മെയിൻ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ കണ്ട് ഈ വെയിലൊക്കെ കെട്ടി തിരിച്ചേക്കണ കണ്ടില്ലേ. വലിയൊരു പാറയുടെ മേളിലോട്ടോ നമ്മൾ നിൽക്കണം. ഇതിൻ്റെ താഴേക്ക് ഉണ്ടോ? ഓ ഈ ഒരു കമ്പിവേലി ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കി. അയ്യോ എന്താ ആഴം നോക്കി. ഇതുണ്ടോ നമ്മൾ കയറി വന്ന എനിക്ക് തോന്നുന്ന ഒരു വണ്ണപ്പുറം സൈഡൊക്കെ ആയിരിക്കും. മൊത്തം നമുക്ക് കാണാം കേട്ടോ. ഒരുപാട് ഹൈറ്റിൽ നമ്മൾ നിൽക്കണം. പിന്നെ അതിൻ്റെ അവിടെ ഒരു മലയുണ്ട്. ആ മലയിലേക്ക് പോകാമെന്ന് കേട്ടോ നമ്മുടെ റോമിബ്രോ പറഞ്ഞേ. ഇതിൽ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞേ. കണ്ടോ ആ മലയില്ല അവിടെ ഒരു രക്ഷയില്ല തപ്പി കേട്ടോ. പക്ഷേ രാവിലെ വന്നാൽ ഞങ്ങളോട് പറഞ്ഞാൽ അവിടെ താഴെ ഒരു ചേട്ടൻ പറഞ്ഞാൽ രാവിലെ തലേദിവസം മഴയൊക്കെ ഉണ്ടല്ലോ ഇവിടെ മേഘമൊക്കെ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ കിടക്കണേ. ക്ലൗഡ് ബെഡ് ഇല്ലേ അത്. ഇതെവിടെ കയറിക്കണേ? അതെ നമ്മുടെ റോമിബ്രോ അപ്പുറം ഒരു പാറയുടെ മേളിലേക്ക് പോകട്ടോ. അങ്ങോട്ട് കയറാമെന്ന് തോന്നുന്നു. ഇത് ഇവിടെ ചെറിയൊരു അവിടെ ഗുഹ എവിടെയല്ലേ? അതിൻ്റെ താഴെ ചെറിയൊരു ഗുഹ പോലെ ഉണ്ട്. നമുക്ക് കറക്റ്റ് കാണത്തില്ല അവിടെ നിന്ന്. എതിലേ ബ്രോ കയറി പോന്നേ? ഈ വഴിയാ? ഓക്കെ. എൻ്റെ പൊന്നെ. കാറ്റാണോ? അടിപൊളി. ഓ ഇവിടെ ഒരു സേഫ്റ്റി ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു സേഫ്റ്റി ഇല്ല. ഓ അവിടെ നിൽക്കണ പോലെ അല്ല കേട്ടോ. ഇവിടെ കാറ്റുണ്ടല്ലേ. ഇവിടെ വന്ന് വെച്ചാൽ റിസ്ക്കാ കേട്ടോ. നല്ല റിസ്ക്കാ. അയ്യോ ഇതൊക്കെ എൻ്റെ പൊന്നെ വെടിപ്പിക്കാതെ. അടിപൊളി. റിസ്ക് എടുക്കുന്നില്ല, വേണ്ട. അതാണ് ആ വേലിയുള്ള അടുത്ത് വന്ന് നിൽക്കാൻ കുഴപ്പമില്ല. ആ മലയിലേക്കും കയറാം അല്ലേ? അതെ അല്ലേ? ഓക്കെ. അതും ട്രക്ക് ചെയ്ത് കയറി പോകണം. കൊള്ളാം അല്ലേ? അടിപൊളി. ഇത് ഇങ്ങോട്ടൊക്കെ വന്ന് നിൽക്കുക കേട്ടോ. പക്ഷെ ഒരു സേഫ്റ്റി ഇല്ല ബ്രോ. ഇതിന്റെ ഈ പാറയുടെ അടിയില്ലേ ഈ താഴെ ഇങ്ങോട്ട് വഴിയുണ്ട്. ആ താഴെ ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞതാ, അവിടെ പോകാനാ. അത് പണ്ട് പോയിട്ടുള്ള നോക്കണോ? ഇപ്പം വഴിയൊക്കെ അടഞ്ഞു പോയതായിരിക്കും. നമുക്ക് തിരിച്ചിറങ്ങുമ്പോ നോക്കാം. ഓക്കെ. ഓ നോക്കണേ. മുള്ളുണ്ട്, മുള്ളു പോലെ. അവിടെ നിൽക്കുന്ന നോക്കണ്ടോ? അവിടെ ഒട്ടും സ്പേസ് ഇല്ല. അയ്യോ എൻ്റെ അമ്മോ പോരെ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടുപുഴയിൽ നിന്ന് വരുമ്പോഴത്തേക്കും തൊടുപുഴയിൽ നിന്ന് 25 കിലോമീറ്ററാണ് നോക്കിയപ്പം ഗൂഗിൾ മാപ്പിൽ കാണിച്ചത് കേട്ടോ. ഇത് തൊടുപുഴയിൽ നിന്ന് വണ്ണപ്പുറം വന്നിട്ട് വണ്ണപ്പുറത്ത് നിന്ന് മുണ്ടൻമുടി നമ്മുടെ വെൺമണിയൊക്കെ പോകുന്ന റൂട്ട്. അത് ഇടുക്കിക്ക് പോകുന്ന ഒരു നമുക്ക് തൊടുപുഴയിൽ നിന്ന് എളുപ്പത്തിൽ ഇടുക്കിക്ക് പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ അതിൽ വണ്ണപ്പുറത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ മുണ്ടൻമുടി അവിടെ നിന്ന് കുറേ ക്ലൈമ്പ് പോകണം കേട്ടോ. പിന്നെ ഇവിടെ വരെ എത്തണ വരെ ക്ലൈമ്പാണ്. വണ്ണപ്പുറത്ത് നിന്ന് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട് ഇവിടെ വരെ. കുറേ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാട്ടോ, അടിപൊളി സ്ഥലം. ഇതുപോലത്തെ കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഈ കാറ്റാടിക്കടവ്, അതുപോലെ തന്നെ ആനപ്പാറ, കോട്ടപ്പാറ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഈ പറഞ്ഞ നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആ മേഘമൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. രാവിലെ വന്നു, ഇപ്പോൾ നല്ല വെയിലായി.
ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര രാവിലെ ഒരു സമയത്തൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയാണ്. കൊള്ളാം, എന്തായാലും സൂപ്പറാട്ടോ. അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുവാണ്. അപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളിവിടെ വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ വരെ താഴേന്ന് കുറേ ഓഫ് റോഡ് ചെയ്യാനുള്ളൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ നല്ല എക്സ്ട്രീം എന്താ പറയുക, നല്ല ഇതുവരെ ഇത്രയും നാൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും റിസ്കിയസ്റ്റ് ആയിട്ടുള്ളൊരു ഓഫ് റോഡാണ്. നമുക്കറിയില്ല എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നല്ല വെയിലൊക്കെ ആയി. അപ്പം ഓഫ് റോഡ് ആ ഒരു ഡൗൺ ഹിൽ പാർട്ട് അടുത്ത വീഡിയോയിലായിരിക്കും. ഓക്കെ, ബൈ. അപ്പോൾ ഇതാണ് ഇവിടെ ഈ ഗുഹയിൽ ഏതാണ്ടൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ നമ്മൾ ഈ വയനാട് ആ ഒരു ഗുഹയൊക്കെ ഇല്ലേ, ഇടയ്ക്കൽ കേവ്, അവിടെയൊക്കെ കാണുന്ന പോലെ. ഓയ് വീണോ? അയ്യോ, അയ്യോ.